ഇപ്പൊ ഇവിടെ തിരുവാർപ്പിലെ നെൽകർഷകര് കോട്ടയം പാടി ഓഫീസിൽ സമരവുമായി എത്തിയിരിക്കുകയാണ്. BJP അവർക്ക് പിന്തുണയായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ തിരുവാർപ്പ് J ബ്ലോക്കിലെ 900 ഏക്കർ പാടശേഖരം ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. കൊയ്തിട്ട നെല്ലുകൾ അവിടെ കിടക്കുകയാണ്. ഈ ജില്ലയിലെ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ നെല്ലാണ് ഈ J ബ്ലോക്കിലെ നെല്ല് എന്നാണ് പാടി ഓഫീസിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ആ നെല്ല് എടുക്കണമെങ്കിൽ 3 കിലോ വരെ കിഴിവ് കൊടുക്കണം എന്ന് മില്ലുടമകൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു തീരുമാനമാണ് പാടി ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തൊട്ടടുത്ത പാടശേഖരങ്ങളിൽ ഇതിലും ക്വാളിറ്റി കുറഞ്ഞ നെല്ല് കിഴിവില്ലാതെ എടുത്തു എന്ന് പറയുമ്പോഴാണ് ഇത്രയും നല്ല ഈ ഒരു നെല്ല് കിഴിവോടുകൂടി എടുക്കണമെന്ന മില്ലുടമകളുടെയും അല്ലെങ്കിൽ ഇടനിലക്കാരുടെയും ശാഠ്യത്തിന് മുന്നിൽ പാടി ഓഫീസും സർക്കാരും വീണിരിക്കുന്നത്. കൃഷിമന്ത്രി ഉൾപ്പെടെ പറയുന്നത് കിഴിവോട് കൂടിയിട്ട് നെല്ലെടുക്കാൻ വേണ്ടി കർഷകർ തയ്യാറാകണമെന്നാണ്. ശുദ്ധമായ അനീതിയാണ് ഇവിടുത്തെ കർഷകരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നെല്ല് കിഴിവില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഈ ഒരു സമരത്തിലെ കർഷകർക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരമെല്ലാം നമ്മൾ കണ്ടതാണ്. ആ വിഷയത്തിലും അവർക്ക് കൃത്യമായി അവർക്ക് വേതനം നൽകാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് മൂലമാണ് അവർക്ക് അവിടെ സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. കർഷകരും അതേ സമാനമായ രീതിയിൽ കർഷകരുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പൂർണ്ണമായ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ഇന്ന് രാവിലെ ആ പാടശേഖരം സന്ദർശിച്ചിരുന്നു. പൂർണ്ണമായ പിന്തുണയുമായി കർഷകർക്കൊപ്പം ഞങ്ങളുണ്ടാവും.